ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും രണ്ട് കാറ്റഗറി ആളുകളാണുള്ളത്. ഒന്ന്, ഇൻവെസ്റ്റ്മെൻറ്റ്, SIP, മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ഒരു ഐഡിയ ഇല്ലാത്ത ഒരു കൂട്ടം ആളുകൾ. രണ്ടാമതൊരു കൂട്ടം ആളുകൾ പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും പരീക്ഷിച്ചിട്ട് പരാജയപ്പെട്ടവരായിരിക്കാം. അതായത് ഒരു എക്സാമ്പിൾ പറയാണ്, ഫ്ലാറ്റ്, വില്ലകൾ, ഈ പറഞ്ഞ ഗോൾഡ് ഷോപ്പുകളിലൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് കൂടും. ആദ്യത്തെ 2, 3, 4, 5, 6 മാസം ലാഭം കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ലാഭമില്ല, നമ്മൾ ഇട്ട പൈസയില്ല. ഇത് കാരണം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്ന സാധനം കേൾക്കുമ്പോഴേ പേടി വരുന്ന ഒരു കൂട്ടം ആളുകൾ. അങ്ങനെ രണ്ട് ടൈപ്പ് ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അല്ല, ഞാൻ ഫസ്റ്റ് കാറ്റഗറിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കാറ്റഗറിയും പറയാം. ഫസ്റ്റ് കാറ്റഗറി, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, പക്ഷെ അതെങ്ങനെ തുടങ്ങണം എന്നറിയില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കറിയാം, ഇപ്പോൾ ബാങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ബാങ്കിൽ പൈസ ഇടുന്നു, അതിന് നമുക്ക് പലിശ കിട്ടുന്നു. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡ് ഉണ്ടല്ലോ. ഈ ബാങ്കിൽ പൈസ ഇടുമ്പോൾ നമുക്ക് ധൈര്യമാണ്, നമ്മൾ പൈസ പോവില്ല എന്നുള്ളത്. ആ ധൈര്യം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ബാങ്കിനെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയതുകൊണ്ടാണ്. അതേപോലെ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട്. ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനികളെ റെഗുലേറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ്. അതുകൊണ്ട് ബാങ്കിൽ നമുക്ക് പൈസ ഇടുമ്പോൾ അതെങ്ങനെയാണോ റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത് അതേപോലെ റെഗുലേറ്റ് ചെയ്യുന്നതാണ് സെബി മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഗോൾഡ് ഷോപ്പിലോ അല്ലെങ്കിൽ ഫ്ലാറ്റിലോ വില്ലയിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നാളെ പൈസ പോകുന്ന പോലത്തെ ഒരു പ്രശ്നം ഇവിടെ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. അങ്ങനെയില്ല. ആ കമ്പനികൾക്ക് നമ്മുടെ പൈസ എടുത്തിട്ട് അവർക്ക് തോന്നുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം സെബി നോക്കുന്നുണ്ട്. ബാങ്കിൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ ബാങ്കിലുള്ളവർക്ക് തോന്നുന്ന പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നോക്കുന്നുണ്ട്. ആ ഒരു ധൈര്യമാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ടിലുള്ളത്. കാരണം ഇത് റെഗുലേറ്റഡ് ആണ് എന്നുള്ളതാണ്. ഇനി മ്യൂച്വൽ ഫണ്ടിൽ തുടക്കക്കാർക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം? ഒരു ഐഡിയ ഇല്ല, എങ്ങനെ തുടങ്ങണം എന്നറിയില്ല. അതിനുള്ള ഒരു ഓപ്ഷൻ പറയാം. ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് നമ്പർ എന്നുമായിട്ട് കണക്ട് ചെയ്യാം. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നിങ്ങളെ ഫിനാൻഷ്യൽ പ്ലാനും കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. 100 രൂപ തൊട്ട് എത്ര രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അസറ്റ് പ്ലസ് എന്ന് പറയുന്ന നമ്മുടെ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം. ഇനി നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോലും അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കണക്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യാം. ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളെ മനസ്സിൽ വരുന്നൊരു ചോദ്യം ഞാൻ പറയാം. നിങ്ങളിപ്പോൾ ഒരു ആപ്പ് പറഞ്ഞു, ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആപ്പ് നാളെ പൂട്ടിപ്പോയി എന്ത് സംഭവിക്കും? ആപ്പ് പൂട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ ആപ്പെല്ലാം നിങ്ങളുടെ പൈസ വാങ്ങിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ട് കമ്പനികളാണ്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികളാണ്. ആ കമ്പനി റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്. നിങ്ങൾ ആപ്പ് വഴി ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾ ഏത് കമ്പനിയിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ കമ്പനിയുടെ വെബ്സൈറ്റ് പോയാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ അതേപോലെ അവിടെ കാണിക്കും. നിങ്ങൾക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ പൈസ തിരിച്ച് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് എടുക്കാം. ഇനി അതല്ല, ആപ്പ് എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാൽ ത്രൂ ആപ്പ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് എടുക്കാം. അപ്പോൾ ആപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ അതായത് ഇതിൻ്റെ ഒരു മീഡിയേറ്ററാണ്, ഒരു ബ്രോക്കറാണ്. ആ ബ്രോക്കർ വഴി നിങ്ങൾ ആ കമ്പനിയിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഞാനൊരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. മ്യൂച്വൽ ഫണ്ട് ഒഫീഷ്യലി ലൈസൻസ് എടുത്തിട്ടുള്ള ആളാണ്. സോ അതുവഴി എനിക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് സഹായിക്കാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം, ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഹെൽപ്പ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യാം. ഇതാണ് അതിനുള്ള ഓപ്ഷൻസ്. ഇനി നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ 2-3 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മൾ വീടുകളിലാണെങ്കിൽ ഏജൻറ്റുമാർ, നമ്മൾ ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ ബാങ്കുകളൊക്കെ പോകുമ്പോൾ നമ്മുടെ ഏജൻറ്റുമാരൊക്കെ നമ്മളെ സമീപിച്ചിട്ട് പറയും, ഇങ്ങനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെങ്കിൽ വലിയവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. 5 വർഷത്തെ ലോക്കിൻ പീരീഡ്, 10 വർഷത്തെ ലോക്കിൻ പീരീഡ്, 15 വർഷത്തെ ലോക്കിൻ പീരീഡ്. നമ്മളിപ്പോൾ ഒരു 10 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉള്ള ഒരു സ്കീമിൽ ചേർന്നു എന്ന് വിചാരിക്കാം. 5 വർഷം കഴിഞ്ഞ് നമുക്ക് തോന്നി അടുത്ത 6-7ാമത്തെ വർഷം നമുക്ക് പൈസ ആവശ്യമുണ്ട് തോന്നിക്കഴിഞ്ഞാൽ പോലും നമുക്ക് പൈസ എടുക്കാൻ ഒരു നിവൃത്തിയില്ല. കാരണം 10 കൊല്ലം നമ്മൾ അടച്ചേ പറ്റും, ഇല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ചത് ബ്ലോക്ക് ആവും. പക്ഷേ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് അറിയോ? 100 രൂപ വെച്ച് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എത്ര രൂപ വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ആഴ്ചയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, ദിവസം ഇൻവെസ്റ്റ് ചെയ്യണോ, ഇനി മാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, കൊല്ലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പേഴ്സണലായിട്ട് ഞാൻ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ചെറിയൊരു എമൗണ്ട് ആയിട്ട് ഡെയിലി ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ മാസത്തിൽ ടൈം ടു ടൈം മാർക്കറ്റിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് ഞാൻ കറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്.
ഓക്കെ, എൻ്റെ പോർട്ട്ഫോളിയോ റിവീൽ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇനി ഫ്യൂച്ചറിൽ ഞാനത് ചെയ്യാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ മാസം ഇൻവെസ്റ്റ് ചെയ്തു, അടുത്ത മാസം ഇൻവെസ്റ്റ് ചെയ്തു, മൂന്നാമത്തെ മാസം തൊട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമുക്കൊരു 3 മാസത്താണെങ്കിൽ നമുക്ക് 3 മാസം വരെ പോസ് ചെയ്ത് വെക്കാം, അത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. മതി, ഞാൻ ഒരു 3 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് മതി, ഞാൻ നിർത്തുക, എൻ്റെ പൈസ എടുക്കാമെന്ന് തോന്നി കഴിഞ്ഞാൽ ഇന്ന് വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞാൽ 48 മണിക്കൂറിനകത്ത് അക്കൗണ്ടിൽ പൈസ വരും. ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വേറെ ഏത് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഉള്ളത്? ഇല്ല. 12% ആനുവൽ റിട്ടേൺ ഇത് ഇയർലി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല കാറ്റഗറി ഓഫ് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, പക്ഷേ അത് ഏത് മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് അനുസരിച്ച് നമുക്ക് എത്ര കാലം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, എത്ര സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, എത്ര റിസ്ക് എടുക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് അതിനനുസരിച്ച് തീരുമാനിക്കാം. പക്ഷേ ഇതാണ് ഒരു ബിഗിനർക്ക് ഹെൽപ്പ്, എന്തെങ്കിലും ഹെൽപ്പാണ്. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ യാതൊരു ഐഡിയ ഇല്ല, എങ്ങനെ തുടങ്ങണമെന്ന് ഐഡിയ ഇല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് വെച്ച് 100 രൂപ ആണെങ്കിൽ 100 രൂപ വെച്ച് പോലും നമുക്ക് തുടങ്ങാൻ പറ്റും. ഇപ്പോൾ താല്പര്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ആപ്പിൽ കയറിയിട്ട് അവർക്ക് രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ ത്രൂ ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യാം. ഇനി അടുത്തൊരു കാറ്റഗറിയിലോട്ട് ആളുകളോട്ട് പോവാം. ഞാൻ ഈ പറഞ്ഞ പോലെ ഗോൾഡ് ഷോപ്പുകളിലോ ഫ്ലാറ്റ് വില്ല മാതിരി പ്രൊജക്റ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഇട്ട പൈസയും പോയി അതിൽ നിന്നുള്ള ലാഭവും പോയ ആളുകളുണ്ടാവും. അവർക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് തന്നെ പേടിയാണ്. കാരണം എന്താ, ഓൾറെഡി ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്തു, ആ ഇട്ട പൈസയും പോയി ആകെ കുടുങ്ങി. ഇനി ഇങ്ങനൊരു അവസ്ഥ വരരുത് എന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്തത് നിങ്ങൾക്കും അറിയാം, ആ കമ്പനിക്കും അറിയാം. ആ കമ്പനീനെ ആരാ നോക്കുന്നത്? അതിന് കുറച്ച് മുതലാളിമാരുണ്ടാവും, അവരാണ് ആ കമ്പനി നോക്കുന്നത്. ആ പൈസ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ ഓണർമാരുടെ അടുത്ത് പോയി ചോദിക്കും. അവർ കുറേ ചോദിച്ച് ശല്യം കഴിയുമ്പോൾ നിങ്ങൾ ഫോൺ എടുക്കാതെയാവും, നിങ്ങളെ കൊണ്ട് അവർക്ക് തലവേദന ആകുമ്പോൾ പിന്നെ അവർ മുങ്ങി അടക്കാൻ തുടങ്ങും. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരും. ആരെടുത്തും ഇത് റെഗുലേറ്റഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ ആ വേർഡ് ഉപയോഗിച്ചത്. ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ട്, മ്യൂച്വൽ ഫണ്ടിനെ റെഗുലേറ്റ് ചെയ്യാൻ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി ഉണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി പൈസ ഇട്ടിട്ട് പൈസ പോയി എന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ? ഇല്ല. അത് നമ്മുടെ കൂടെ മിസ്റ്റേക്കാണ്. കാരണം നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് നമുക്ക് അത് സംഭവിച്ചത്. നമ്മൾ റെഗുലേറ്റഡ് അല്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ കുടുങ്ങിപ്പോയി. ചിലപ്പോൾ നമ്മളെ ബന്ധുക്കാർ പറഞ്ഞായിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞായിരിക്കും, ഇനി അതും പറഞ്ഞെങ്കിൽ നമ്മൾ വല്ല ആഡോ ഈ ഫേസ്ബുക്കിലോ വാട്സപ്പിലൊക്കെ കണ്ടിട്ട് അങ്ങനെ പോയി ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുടുങ്ങിയവരായിരിക്കാം. ശരി, പറ്റിയത് പറ്റി, അതവിടെ കഴിഞ്ഞു. പക്ഷേ ഇനി എങ്ങനെയാണ് അവിടെ നമുക്ക് വന്ന നഷ്ടം അറ്റ്ലീസ്റ്റ് ഇനി ഫ്യൂച്ചറിലെങ്കിലും നമുക്ക് എങ്ങനെ നികത്താൻ പറ്റുമെന്ന് നമ്മൾ ആലോചിക്കണം. അപ്പം അതിനുള്ള ഒരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടും നമുക്ക് തുടങ്ങാൻ പറ്റും. ഇടയ്ക്ക് വെച്ച് പോസ് ചെയ്യാം, 100 രൂപ തൊട്ട് എത്ര എമൗണ്ട് വേണമെങ്കിലും ഇടാം, പൈസ ആവശ്യം വരുമ്പോൾ എടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫ്ലെക്സിബിലിറ്റി. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ പോലല്ല, ഇത് ഗവൺമെൻറ് റെഗുലേറ്റ് ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞ ഫ്ലാറ്റിൻ്റെയോ പരിപാടികളോ പറഞ്ഞതുപോലെ അല്ല. അതിൻ്റെ ഓണർമാരുടെ അടുത്ത് പോയി ചോദിക്കണം. അവർ പോയി കഴിഞ്ഞാൽ നമ്മൾ കുടുങ്ങി അല്ലേ? അവർ നമുക്ക് തരില്ല എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ കാണുമ്പോൾ മാറി നടന്നാൽ നമുക്ക് മനസ്സിലാവും എന്തോ പ്രശ്നമുണ്ട്, ഇനി നമ്മളെ പൈസ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത്. പിന്നെ കേസായി, അതിൻ്റെ പുറകെ അതിൻ്റെ ഫൈറ്റും കാര്യങ്ങളും എല്ലാം ആയി. ഇവിടെ അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല. നിങ്ങളൊരു കമ്പനിയെ ഏൽപ്പിക്കുന്ന, ആ കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഒരു ഫണ്ട് മാനേജർ വെക്കുന്നു. ബാങ്കിൽ മാനേജർമാർ, സ്റ്റാഫുള്ള ഇവരൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഇവിടെ റെഗുലേറ്റ് ചെയ്യുന്നത് സെബി എന്ന് പറയുന്ന ഒരു അതോറിറ്റിയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളിട്ട പൈസയെ കുറിച്ച് നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? നമുക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിൾ, അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് കൊടുത്തിട്ടുള്ള എൻ്റെ ക്ലയൻസിൻ്റെ അടുത്ത് 3 വർഷം 4 വർഷമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നഷ്ടം വന്നവരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയില്ല. കാരണം അങ്ങനെ നഷ്ടം വന്നവരില്ല എന്നുള്ളതാണ്. അപ്പം ചിലവർക്ക് നല്ല റിട്ടേൺ വന്നിട്ടുണ്ട്. കാരണം അവർ മാർക്കറ്റ് വീഴുന്ന സമയത്ത് കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യം കാണിക്കുന്നവരുണ്ട്. ചിലവർക്ക് ആ ധൈര്യം ഉണ്ടാവില്ല. അപ്പോൾ അവർ നോർമലി SIP രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാറുണ്ട്. അപ്പം നമ്മുടെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ക്ഷമയോടുകൂടി കൂടുതൽ കാലം കൊണ്ടു നടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വെൽത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ പൈസക്ക് ആവശ്യം വന്നാൽ നമുക്ക് എടുക്കാനും പറ്റും. 5 വർഷം 10 വർഷത്തെ ലോക്കിംഗ് പീരീഡ് ഒന്നുമില്ല. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച്, മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരുപാട് കാറ്റഗറി ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കാറ്റഗറി, നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് ചില കാറ്റഗറീസ് ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് താഴ്ന്ന് മെൻഷൻ ചെയ്യുക, എല്ലാവർക്കും അറിഞ്ഞിരിക്കുകയും ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ഇതിന് എന്തെങ്കിലും സപ്പോർട്ടോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വാട്സപ്പിൽ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതുമായിട്ട് നിങ്ങൾക്ക് എന്നുമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം. പിന്നെ ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളിലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണമെന്ന് എല്ലാ യൂട്യൂബേഴ്സും പറയുന്ന പോലെ പറയാറില്ല. ഇതൊരു വളരെ കുഞ്ഞു ചാനലാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആ വീഡിയോയിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ
ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എൻ്റെ പേഴ്സണലി എൻ്റെ ചുറ്റും ഞാൻ കണ്ടിട്ടുള്ളത് നോർമലായിട്ട് ലേഡീസ് കാറ്റഗറിയാണ്. പൊതുവെ ആണുങ്ങൾ പൈസ മാനേജ് ചെയ്യും, ലേഡീസിന് പൊതുവെ ഇത് മാനേജ് ചെയ്യാനുള്ളൊരു പ്രയാസം പൊതുവെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, ഒട്ടും അറിയാത്തവർക്ക് ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിയിലെങ്കിൽ ഒരു 100 രൂപ വെച്ച് തുടങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് അതിന് ഗുണം കിട്ടുന്നു, ഒരു 3 വർഷം 100 രൂപ വെച്ച് മാസം ചെയ്തിട്ട് ആ പൈസ വളരുന്നു എന്ന് കാണുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ വളരുന്നെങ്കിൽ പിന്നെ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ പൈസ എടുത്തിട്ട് പോകാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. ഒട്ടും തുടങ്ങാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല ഇല്ലാത്തവർക്ക് പോലും തുടങ്ങാൻ പറ്റും. ജസ്റ്റ് 100 രൂപ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇത് ട്രൈ ചെയ്ത് നോക്കൂ. എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കാം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കായിട്ട് കാണാം. അതുവരേക്കും ബൈ.